നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ജൂലൈ 5-ന് ജപ്പാനിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുമെന്നും ജാപ്പനീസ് എഴുത്തുകാരിയായിട്ടുള്ള റിയോ തത്സുഗി പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നൈസായിട്ട് പാളിപ്പോയോ എന്നൊരു സംശയം. ഈ ഒരു പ്രഡിക്ഷൻ കൊണ്ട് ജപ്പാൻ ടൂറിസം മേഖലയ്ക്കുണ്ടായ നഷ്ടം എന്തെന്നാൽ $3.9 ബില്യൺ നഷ്ടമായിരുന്നു. ഇതിന് കാരണം എന്തെന്നാൽ 2011 സംഭവിച്ച സുനാമിയും 2020 സംഭവിച്ച കോവിഡും റിയോ പ്രവചിച്ചിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജപ്പാനിലോട്ട് ജൂലൈ മാസത്തിലേക്ക് പോകാനിരുന്നവരുടെ എണ്ണത്തിൽ നല്ല ഇടിവുണ്ടായത്. ഈ ജൂലൈ മാസം 5-ന് പുലർച്ചെ 4:18 സംഭവിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്. അതായത് ഈ ബുക്ക് എഴുതിയ റിയോ തത്സുഗി ഈ പറഞ്ഞ ഡേറ്റും സമയവും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ ബുക്കിൽ ആകെ പറഞ്ഞിട്ടുള്ളത് വർഷവും മാസവും മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഫാൻസുകാരാണ് പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ റിയോ പറഞ്ഞിട്ടുള്ള ഈ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഈ ഒരു അറിവ് വെച്ച് ആർക്ക് വേണമെങ്കിലും പ്രഡിക്ഷൻസ് നടത്താം. ഇങ്ങനെ തന്നെയായിരിക്കും മിക്ക പ്രഡിക്റ്റേഴ്സും പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ താല്പര്യം. നിങ്ങളും ഇതുപോലെ പ്രഡിക്ഷൻസിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ താഴെ കമന്റ് ചെയ്യും.